ദില്ലിയിൽ തണുപ്പകറ്റാൻ കൽക്കരി കത്തിച്ച പുക ശ്വസിച്ച് 4 മരണം. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, എങ്ങനെയാണ് ഈ മരണം ഉണ്ടായതെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ വന്നു കഴിഞ്ഞു? നിലവിൽ ഇവർ വഴിയരികിൽ താമസിക്കുന്നവരാണോ? എന്താണ്? നേരത്തെ നമുക്കറിയാം പലവിധ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തണുപ്പകറ്റാൻ വഴിയരികിൽ താമസിക്കുന്ന നിരവധി പേർ നിരവധി മാർഗ്ഗങ്ങൾ ഇത്തരത്തിൽ കൽക്കരിയൊക്കെ കത്തിച്ച് തണുപ്പകറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിൽ തന്നെ പെട്ട ആളുകളാണോ മരിച്ചത്? എന്താണ് വിവരങ്ങൾ? സിജു, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ശൈത്യം കടുക്കുകയാണ്. അതിനാൽ ഈ ശൈത്യം അകറ്റാൻ അല്ലെങ്കിൽ തണുപ്പ് അകറ്റാനായിട്ട് ഈ കൽക്കരി കത്തിച്ച് വെക്കുന്നത്, കാരണം ചൂട് കിട്ടാനായിട്ടൊക്കെ എല്ലാവരും വീടുകളിൽ അകത്തൊക്കെ ഈ കൽക്കരി കത്തിച്ച് വെക്കാറുണ്ട്. ഇതിനെ തുടർന്ന് ഈ കൽക്കരി കത്തിച്ചു വെച്ച് ഇത് വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു സംഭവം ഉണ്ടായത്. സിജു, തീർച്ചയായും വീടിനുള്ളിൽ തന്നെയാണ്. അതായത് കൽക്കരി കത്തിച്ച് വെച്ച ശേഷം ഈ വീട് അകത്തു നിന്നും പൂട്ടിയിരുന്നു. അതിനാൽ തന്നെ ഇത് കുറെ നേരം കത്തിച്ചിങ്ങനെ വെച്ചതിന് ശേഷം ഇവർ ഉറങ്ങാൻ കടന്നു, അല്ലെങ്കിൽ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഓക്സിജൻ ലഭ്യത കുറയുന്നതാണ് ഇത്തരത്തിൽ ഈ മരണ കാരണം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുന്നത്. ഓക്സിജൻ ലഭ്യത കുറയുകയും കാർബൺ മോണോക്സൈഡ് പോലുള്ള ഇത് കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ശ്വാസം മുട്ടി ഇവർക്ക് മരണം ഉണ്ടായിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഒരു കുടുംബത്തിലെ 2 കുട്ടികളടക്കം 4 പേരാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടല്ല. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പല സംഭവങ്ങൾ ഈ രീതിയിൽ. ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ തണുപ്പകറ്റാൻ കൽക്കരി കത്തിച്ച് പുക ശ്വസിച്ചതിനെ തുടർന്ന് 4 പേർ മരിച്ചിരിക്കുന്നു. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.